സൗദി അറേബ്യയിലെ മദീനയിൽ ബസ് കത്തിയുണ്ടായ അപകടത്തിൽ മരിച്ച ഉംറ തീർത്ഥാടകരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുന്നു. മൃതദേഹങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ഉച്ചയോടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. മരിച്ചവരുടെ കുടുംബാംഗങ്ങളും തെലങ്കാന സർക്കാർ പ്രതിനിധികളും ഇന്ന് മദീനയിലെത്തും. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപകടത്തിൽ മരിച്ചിട്ടുള്ളവരുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം മൃതദേഹങ്ങൾ പലതും അത്രത്തോളം കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട്. മുഖം പലരുടേതും വ്യക്തവുമല്ല. എങ്കിൽ പോലും ഫോറൻസിക് ഫലത്തെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഫോറൻസിക് ഫലം ലഭിക്കുമെന്നുള്ളതാണ് സൂചന. 48 മണിക്കൂർ വേണം ഫോറൻസിക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനെന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. ഏതായാലും ഫോറൻസിക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതോടു കൂടിയായിരിക്കും ഈ മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരിക. മാത്രമല്ല, മരിച്ചിട്ടുള്ള പലരുടെയും ബന്ധുക്കൾ ഹൈദരാബാദിൽ നിന്നും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്നിവിടെ എത്തും. അതോടൊപ്പം തന്നെയാണ് തെലങ്കാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രത്യേക സംഘം വരുന്നുണ്ട്. അവരും ഇന്നിവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി അറേബ്യയിലെത്തുന്ന സംഘം റിയാദിലെ ഇന്ത്യൻ എംബസിയുമായും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായും ആശയവിനിമയം നടത്തും. ഇങ്ങനെയുള്ള ചർച്ചകൾക്കൊക്കെ ശേഷം അവസാനമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണോ അതോ മദീനയിൽ തന്നെയാണോ സംസ്കരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. ഇപ്പോൾ മൃതദേഹങ്ങളെല്ലാം 45 മൃതദേഹങ്ങളും മദീനയിലെ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റിട്ടുള്ള അബ്ദുൽ ഷുഹൈബ് ഒറ്റയൊരാൾ മാത്രമാണ് അപകടത്തിൽ രക്ഷപ്പെട്ടത്. അദ്ദേഹവും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഈ മരിച്ച 45 പേരിൽ 18 പേർ ഒരേ കുടുംബത്തിൽ നിന്നാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. 4 പേർ മറ്റൊരു കുടുംബത്തിൽ നിന്നുണ്ട്. ഇങ്ങനെ അടുത്ത് അറിയാവുന്ന ആളുകൾ, ബന്ധുക്കൾ, ഇവരൊക്കെ തന്നെയാണ് ദുരന്തത്തിന് ഇരയായിട്ടുള്ളത്. ഏതായാലും ഇന്ന് അല്പസമയത്തിനകം നമുക്കൊരു ഉച്ചയോടുകൂടി അറിയാം മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, എപ്പോഴാണ് പൂർത്തിയാക്കാൻ കഴിയുക എന്നുള്ളത്.